ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോനകത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര പോയിരുന്നേ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ്, കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആദ്യം വിചാരിച്ചു വണ്ടി എടുത്ത് പോകാമെന്ന്. പിന്നെ അത്രയും ദൂരം ഡ്രൈവ് ചെയ്യണ്ടേ, അപ്പോൾ തോന്നി എന്തായാലും ട്രെയിനിൽ പോകാം. അതാകുമ്പം സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് ഒരു ഉറക്കം ഉറങ്ങി രാവിലെ ആകുമ്പോൾ അവിടെ എത്തുകയും ചെയ്യും. പോരാത്ത നമ്മളെ ഹെവൻ മോന് ഒരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആദ്യമായിട്ടാണ് പുള്ളി ട്രെയിനിൻ്റെ അകത്ത് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചു, റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ട്രെയിൻ വരുന്നത്. പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ എന്താ ഹെവനോട് ചിരിച്ചും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു സുന്ദരിക്കുട്ടി. ഐഷു എന്നാണ് കേട്ടോ മോള് പേര് പറഞ്ഞത്. ഐഷുവിൻ്റെ കൂടെ ഉപ്പ, ഉമ്മ, അനിയൻ ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഐഷുവും കൊല്ലത്തേക്ക് പോവാണ്. അവരൊരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് പോവായിരുന്നു. അപ്പം നമ്മളെ ട്രെയിനിന് ശേഷമുള്ള ട്രെയിനാണ് അവർക്കുള്ളത്. അപ്പം ഐഷു സ്ഥിരമായിട്ട് നമ്മളെ ചാനലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതാണ് പെട്ടെന്ന് തന്നെ ഹെവനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു ഓടി വന്നു. പിന്നെ ഹെവനായിട്ടുള്ള കളിയായിരുന്നു. ഹെവനാണെങ്കിൽ ഒരാളെ കമ്പനി കിട്ടിയ സന്തോഷവും. ഐഷുവിനെ പിടിച്ച് മാതുന്നു, പിച്ചുന്നു, അടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സകലമാന പോക്കൃത്തരം അവളോട് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവളൊന്നും തിരിച്ചൊന്നും പറയുന്നില്ല, ചെയ്യുന്നില്ല. അവനെ കൊഞ്ചിക്കുക, അവനെ ലാളിക്കുക, അവനോട് കഥ പറയുക, വിശേഷങ്ങൾ പറയുക എന്നിങ്ങനെ പോകുന്നു രണ്ടുപേരെയും കുസൃതികൾ. ട്രെയിൻ നോക്കി നിന്ന സമയത്ത് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണെന്ന്. ഇപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് അപ്പോൾ ഞങ്ങളുടെ ട്രെയിന് ലേറ്റ് ആയതുകൊണ്ട് അവരുടെ ട്രെയിനും ഓൾട്ടർനേറ്റീവ് ലേറ്റ് ആവുന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് രണ്ടുപേരും തമ്മിലുള്ള കളിയായിരുന്നു. ഞാനിങ്ങനെ കുറേ നേരം അവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന്. ഐഷു ഫാമിലിയും താമസിക്കുന്നത് നമ്മളെ കോഴിക്കോട് വെസ്റ്റിലാണ് കേട്ടോ. ഐഷുവിൻ്റെ അങ്ങനെ കുറച്ചൊരു സൈലൻ്റ് ആണ് കേട്ടോ ആൾ. പക്ഷേ ഐഷു അങ്ങനെയല്ല, ഐഷു ഫുൾ എനർജി ലോഡറാണ്. ഹെവനായിട്ട് കണ്ണുപൊത്തി കളിക്കുന്നുണ്ട്, പിച്ച് കളിക്കുന്നുണ്ട്. ഹെവനാണെ നിർത്തുന്നില്ല. ഹെവൻ അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയാണ്. അവനങ്ങോട്ട് ഒതുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പോലും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നില്ല. അങ്ങനെ ചേച്ചീനെ കിട്ടിയ സന്തോഷത്തിലുള്ള കളിയോട് കളിയാണ് കാണുന്നത്. ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അന്തം വിട്ട് പണ്ടറടങ്ങി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഹെവൻ മോന് ഐഷുവിനെ കിട്ടിയപ്പോൾ പിന്നെ ട്രെയിൻ പോകുന്നതും അറിയുന്നില്ല, ട്രെയിൻ വരുന്നതും അറിയുന്നില്ല, സൗണ്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മറ്റാരും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. 2 ട്രെയിനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ ഐഷു ചോദിക്കുന്നുണ്ട്, നമുക്ക് 2 പേർ കൂടെ ഒരു ട്രെയിനിന് പോയാലോ എന്ന്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളെ ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിൻ കയറിയ പാടെ ഹെവന് ചെറിയൊരു അങ്കലാപ്പുണ്ട്. ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് ഉള്ളിലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. സ്ലീപ്പർ കോച്ച് ആയതുകൊണ്ട് ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ സീറ്റിനുള്ളിലേക്കും ഒക്കെ ആക്കിയിട്ട് ഒതുക്കിയിട്ട് ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത്. ഹെവനോട് എത്ര പറഞ്ഞിട്ട് ഹെവൻ ക്യാമറ ആയിട്ട് നോക്കുന്നേ ഇല്ല, എവിടെയെങ്കിലുമൊക്കെ നോക്കി നിൽക്കുകയാണ്. ഒന്നാമത് വിൻഡോ സൈഡ് സീറ്റാണ്. അപ്പം പുറത്തൂടെ പോകുന്ന കാഴ്ചകൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് ആൾ. ട്രെയിൻ വന്നതേ നല്ലോണം ലേറ്റായിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഹെവൻ ഉറക്കം വന്നു. പാവം ദാ ബർത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. സാധാരണഗതിയിൽ ചെറിയൊരു സൗണ്ട് കേട്ടാൽ ചാടി എഴുന്നേക്കുന്ന ആളാണ്. പക്ഷേ ഐഷുനൂടെ കളിച്ചുകൊണ്ടായിരിക്കും, ക്ഷീണത്തിൽ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങളും കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ അലാറം വെച്ചിട്ടാണ് എഴുന്നേറ്റത്. ഏകദേശം അങ്ങനെ സ്റ്റേഷനെത്തിയപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂടെ ഞങ്ങൾ നേരെ പുള്ളിയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹെവൻ പിന്നെ ഉറക്കം തുടങ്ങിയിട്ടോ. ഹെവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഫ്രഷപ്പായിട്ടോ. അത് കഴിഞ്ഞ് ഹെവനെ എഴുന്നേൽപ്പിച്ച് ഡ്രസ്സൊക്കെ ചേച്ച് ഞങ്ങൾ ഫംഗ്ഷൻ ഹാളിലോട്ട് പോയി. അപ്പോൾ ഫംഗ്ഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോയി എടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയതാ ഹെവൻ മോനെയും കൊണ്ട് അമ്മ 2 കറക്കം കറങ്ങുന്ന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് പതുക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് അവിടെ അവൻ്റെ വീട്ടിലോട്ട് പോയി. വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഹെവൻ മോൻ നല്ല ആക്റ്റീവായിട്ടോ. അങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയത്. അവൻ്റെ കസിൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ നോക്കുകയാണ്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ട്രെയിൻ കയറി. വൈകിട്ടായിരുന്നു കേട്ടോ റിട്ടേൺ ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പം കമ്പാർട്ട്മെൻറ്റിലുള്ള കാഴ്ചയാണ് കാണുന്നത്. ഹെവന് കമ്പാർട്ട്മെൻറ്റ് മൊത്തം നടന്ന് കളിക്കണം, അതാണ് അവൻ്റെ ആവശ്യം. അപ്പോൾ ഇത് നമുക്ക് നടത്തിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവന്നത്ര പിടിച്ചു വെച്ചു. പക്ഷെ അവൻ നിൽക്കുന്നില്ല, അവൻ അവിടെ നിന്നുകൊണ്ട് നടക്കുകയാണ്. അതിനിടയ്ക്ക് എല്ലാവരോടും ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ചെറിയ മക്കളെ കാണുമ്പോൾ അവന് കുറച്ച് സന്തോഷം അധികമാണ്. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങൾ പതുക്കെ കോഴിക്കോട് വന്നിറങ്ങി അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട്. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും ബൈ.